ടോളിവുഡ് ഇന്നും അറിയപ്പെടുന്നത് ബാംഗ്ലൂരിലെ 10ാം ബസ് നമ്പറിലെ കണ്ടക്ടറായിരുന്ന രജനികാന്തിന്റെ പേരിലാണ്. കണ്ടക്ടറിൽ നിന്നും സൂപ്പർ സ്റ്റാർ എന്ന പദവി അത്ര വിദൂരമായിരുന്നില്ല. ലളിതവും സ്റ്റൈലിഷുമായ ഒരു മനുഷ്യൻ തമിഴ് സിനിമാ വ്യവസായത്തെ മുഴുവൻ കയ്യിലെടുത്തത് രേഖപ്പെടുത്തിയ ചരിത്രമായിരുന്നു. 1992 പുറത്തിറങ്ങിയ അണ്ണാമലൈ എന്ന സിനിമ അദ്ദേഹത്തെ ഒരു താരമെന്ന നിലയിൽ നിന്ന് സൂപ്പർ സ്റ്റാറാക്കി മാറ്റി. അങ്ങനെ ശിവാജി റാവു ഗേഡ്വാദ് എന്ന രജനികാന്ത് തമിഴ് സിനിമയുടെ മുടിചൂടാമന്നനായി അവരോധിതനായി. 73 തികയുന്ന നടൻ ഇന്ന് തമിഴ് സിനിമാ വ്യവസായത്തിന് നൽകുന്നത് കോടികളുടെ വരുമാനമാണ്. ഈ അടുത്തിടെ പുറത്തിറങ്ങിയ ജയിലർ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച സൂപ്പർ ഹിറ്റുകളിൽ ഒന്നാക്കി മാറ്റി. ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസുകളിൽ 600 കോടിയിലധികം കളക്ഷൻ നേടുകയും നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സിന് 150 കോടി രൂപയാണ് ലാഭമുണ്ടാക്കി കൊടുത്തത്. ചിത്രത്തിന്റെ വിജയത്തിന് മുന്നോടിയായി സൺ ഗ്രൂപ്പ് സ്ഥാപകനായ കലാനിധി മാരൻ ജയിലർ താരങ്ങൾക്ക് നൽകിയ സമ്മാനങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ്. ആ ഒരു വിജയത്തിന്റെ ചൂട് നിലനിൽക്കെ തന്നെ രജനി ആരാധകരെ ആകാംക്ഷയുടെ മുൾമുനിയിൽ നിർത്തിച്ച ഒന്നായിരുന്നു താരത്തിന്റെ മകളായ ഐശ്വര്യ രജനികാന്ത് സംവിധാനം ചെയ്ത ലാൽ സലാം എന്ന ചിത്രം. വളരെ ഹൈപ്പ് കൊടുത്ത് റിലീസായ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ തകർന്നടിയുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. മുടക്കുമുതൽ പോലും തിരിച്ചു പിടിക്കാൻ ചിത്രത്തിന് കഴിഞ്ഞില്ല എന്നത് രജനി ഫാൻസിന് ഏറ്റ അടിയായിരുന്നു. വിഷ്ണു വിശാൽ, വിക്രാന്ത് എന്നിവരായിരുന്നു ചിത്രത്തിന്റെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ചിത്രത്തിലെ അതിഥിയായി തലൈവരും. സംഭവം പൊളിയെന്ന് ധരിച്ചെങ്കിലും ഉദ്ദേശിച്ച പോലെ ഏറ്റില്ല. ജയിലർ ബോക്സ് ഓഫീസിൽ തിളങ്ങി നിൽക്കുമ്പോഴാണ് സൂപ്പർ സ്റ്റാറിന് തന്റെ മകൾ കാരണം ഇങ്ങനെയൊരു അടി കിട്ടുന്നത്. ഇത് ആദ്യമായിട്ടല്ല രജനികാന്തിന്റെ കരിയറിൽ സംഭവിക്കുന്നത്. ഒരുപക്ഷെ ഇതിനെ ചരിത്രത്തിന്റെ ആവർത്തനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 2010 എന്തിനിറങ്ങുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും മൂല്യമുള്ള അതുപോലെ തന്നെ ഹൈപ്പേഡ് ആയിട്ടുള്ള രണ്ടാമത്തെ നടനായി രജനികാന്ത് മാറിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ ഹൈപ്പിൽ നിൽക്കുന്ന സമയത്താണ് സൗന്ദര്യ രജനികാന്ത് 2014 അപ്പനെ വെച്ച് കോച്ചടയാൻ എന്ന ആനിമേഷൻ മൂവി ഇറക്കുന്നത്. ദീപിക പദുക്കോൺ, ആദി, ശോഭന, ശരത് കുമാർ, രുക്മണി തുടങ്ങി വലിയ താരനിരകൾ ഈ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു. 8ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കോച്ചടയാൻ രണധീരൻ എന്ന രാജാവിന്റെ കഥ പറയുന്ന ഈ ചിത്രം ബോക്സ് ഓഫീസിൽ തീർത്തും പരാജയപ്പെട്ടു. അതേ ചരിത്രമാണ് ഇപ്പോൾ ഇവിടെയും ആവർത്തിച്ചിരിക്കുന്നത്. സത്യത്തിൽ അപ്പനെ മുടിപ്പിക്കാൻ ഉണ്ടായ മക്കൾ എന്ന് വേണം ഇതിനെ പറയാൻ. അപ്പന് പറ്റിയ റോൾ അല്ലെങ്കിൽ മറ്റൊരു താരത്തെ കഥാപാത്രമാക്കി അപ്പന്റെ നിലനിൽപ്പ് നോക്കണമായിരുന്നു. അതിനു പകരം താരത്തിന്റെ മൂല്യമിടിക്കുന്ന തരത്തിലുള്ള ചിത്രം ഇറക്കുകയായിരുന്നില്ല വേണ്ടത്. ലാൽ സലാമിന്റെ കാര്യത്തിൽ രജനികാന്തിന്റെ അതിഥി വേഷത്തിൽ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെട്ടെങ്കിലും മൊയ്തീൻ ഭായ് എന്ന അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കപ്പെട്ടു. അങ്ങനെ മൊയ്തീൻ ഭായിയെ ചുറ്റിപ്പറ്റിയുള്ള സിനിമയായി അത് മാറി. യഥാർത്ഥ തിരക്കഥയിൽ അദ്ദേഹം ഇടവേളയിൽ മാത്രമാണ് വരുന്നത്. എന്നാൽ വാണിജ്യപരമായ കാരണങ്ങൾ നോക്കിയ മകൾ ആ കഥാപാത്രത്തെ സിനിമയുടെ തുടക്കത്തിൽ തന്നെ കൊണ്ടുവന്നു. അത് ചിത്രത്തിന്റെ ഏറ്റവും വലിയ പരാജയത്തിന് കാരണമായി തീർന്നു. എന്തായാലും ഇതോടെ മക്കളായിട്ട് അപ്പനെ മുടിപ്പിക്കുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. മക്കളുടെ പരീക്ഷണങ്ങൾക്ക് നിന്നുകൊടുക്കുന്ന രജനിക്ക് മുന്നോട്ടുള്ള സിനിമാ ജീവിതം എങ്ങനെയാകുമെന്ന് കണ്ടുതന്നെ അറിയണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.